ഇന്ത്യൻസിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വിസിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. ഇന്ന് നമ്മൾ തായ്ലൻഡിലെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ടൂർ പാക്കേജസ് ഒന്നുമില്ലാതെ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് തായ്ലൻഡ്. പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ തായ്ലൻഡ് ട്രിപ്പ് വളരെ മെമ്മറബിൾ ആയിരിക്കും. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് എയർ ഏഷ്യ ഫ്ലൈറ്റിൽ തായ്ലൻഡിലെ ഡോൺ മുയോങ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 18,000 രൂപയാണ് ആയത്. ഇമിഗ്രേഷൻ ഏരിയയിൽ നല്ല തിരക്കുണ്ടാകും. ഞങ്ങൾ പോയ സമയത്ത് വിസ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് വിസയ്ക്ക് വേണ്ടിയുള്ള എമൗണ്ട് ചിലവായതുമില്ല. 2024 മെയ് 10 വരെയാണ് വിസ ഫ്രീ. ഇമിഗ്രേഷന് ശേഷം പുറത്തിറങ്ങി തായ്ലൻഡ് ബസ് കോർപ്പറേഷന്റെ A1 എന്ന ബസ്സിൽ കയറി നേരെ മോച്ചിത്ത് ബസ് ടെർമിനലിലേക്കാണ് പോയത്. ബാങ്കോക്കിലെ ഏറ്റവും വലിയ ബസ് ടെർമിനലാണ് മോച്ചിത്ത്. ഇവിടെ നിന്നാണ് പട്ടായയിലേക്കുള്ള ബസ് കിട്ടുക. ഒരാൾക്ക് എയർപോർട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് 30 തായ് ബാത്ത് ആണ് ചിലവ്. നമ്മുടെ ഏകദേശം 60-65 രൂപയാവും. ബസ്സിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ നാട്ടിലെ ഊബർ പോലെ 2 ആപ്പ് തായ്ലൻഡിലും അവൈലബിൾ ആണ്. ഒരെണ്ണം ഗ്രാബ്, മറ്റേത് ബോൾട്ട്. കമ്പാരിറ്റീവ്ലി ബോൾട്ട് ആണ് ഗ്രാബിനേക്കാൾ ചീപ്പർ. തായ്ലൻഡിലേക്ക് ഇനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമിഗ്രേഷനിൽ നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും കൺഫേംഡ് ഹോട്ടൽ ബുക്കിങ്ങും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ തായ്ലൻഡിൽ ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ഒരു ടൂറിസ്റ്റ് സിം ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന് ഞങ്ങൾ ഉപയോഗിച്ച ആപ്പാണ് ക്ലൂക്ക് എന്നത്. ഡിടാക് എന്ന മൊബൈൽ കാരിയറിന്റെ സിമ്മാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അത് നമുക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ ഡിടാക് കൗണ്ടറിൽ നിന്ന് പിക്കപ്പ് ചെയ്യാവുന്നതാണ്. 10 ദിവസത്തെ വാലിഡിറ്റിയും 30 മിനിറ്റ് ഇന്ത്യയിലേക്കുള്ള കോളിങ്ങും അതുപോലെ തന്നെ 50 GB ഡാറ്റയും ഉള്ള പ്ലാനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നത്. തായ് ബാത്ത് എയർപോർട്ടിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഫോറിൻ എക്സ്ചേഞ്ച് സെന്ററിൽ നിന്ന് വാങ്ങി വരുന്നതാണ് വളരെ നല്ലത്. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നത് കൊണ്ട് ഏകദേശം 25,000 തായ് ബാത്ത് ആണ് ക്യാരി ചെയ്തിരുന്നത്. ഞങ്ങൾ ബാങ്കോക്കിലാണ് ലാൻഡ് ചെയ്തിരുന്നതെങ്കിലും പട്ടായയിലേക്കാണ് ആദ്യം പോകാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ റിട്ടേൺ ബാങ്കോക്കിലെ ഡോൺ മുയോങ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് ലാസ്റ്റ് ബാങ്കോക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ബുധനാഴ്ചയാണ് ഞങ്ങളുടെ റിട്ടേൺ. അതുകൊണ്ട് ലാസ്റ്റ് പട്ടായ എക്സ്പ്ലോർ ചെയ്തിരുന്നുവെങ്കിൽ എയർപോർട്ടിലേക്കുള്ള ട്രാവൽ വളരെ നേരം എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ട്രാഫിക് വളരെ കൂടുതലായിരിക്കാം എന്ന സാധ്യതയും കൊണ്ടാണ് ഞങ്ങൾ ബാങ്കോക്ക് ലാസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഞങ്ങളുടെ ആ തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത്. മുൻപ് പറഞ്ഞതുപോലെ മോച്ചിത്താണ് ബാങ്കോക്കിലെ ഏറ്റവും വലിയ ബസ് ടെർമിനൽ. ഇവിടെ നിന്ന് തായ്ലാൻഡിലെ പല സ്ഥലങ്ങളിലേക്കും ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പട്ടായയിലേക്കുള്ള ബസ്സിന്റെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു കാർ ടാക്സിയിലാണ് പട്ടായയിലേക്ക് പോകുന്നതെങ്കിൽ ഏകദേശം 2,000 തായ് ബാത്ത്, അതായത് നമ്മുടെ 4,500ഓളം ഇന്ത്യൻ രൂപയാണ് ചിലവ് വരിക. ഞങ്ങൾക്കുള്ള പട്ടായ ബസ് വന്നു. ഓരോ അരമണിക്കൂർ ഇടവിട്ട് പട്ടായയിലേക്ക് ബസ് ഉണ്ടാകും. നമ്മുടെ ടിക്കറ്റിൽ ബസ്സിന്റെ നമ്പറും സീറ്റും ബസ്സിന്റെ സമയവും കൊടുത്തിട്ടുണ്ടാകും. അതനുസരിച്ച് നമുക്ക് കയറാവുന്നതാണ്. പുഷ് ബാക്ക് സീറ്റോട് കൂടിയ നല്ല എയർ കണ്ടീഷൻഡ് ബസ്സാണ്. ഏകദേശം ഒരാൾക്ക് ബസ് ടിക്കറ്റിന് 131 തായ് ബാത്ത് ആണ് ചിലവ്. ഉദ്ദേശം 2.5 മണിക്കൂർ എടുക്കും ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് എത്താൻ. 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പട്ടായ ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ഒരു ഷെയർ ടാക്സി എടുത്ത് നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഒരാൾക്ക് 50 ബാത്ത് ആണ് ഷെയർ ടാക്സിക്ക് കൊടുത്തത്. ഇങ്ങനെ ഒരു 11 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോട്ടലിലെത്തി. പട്ടായയിലെ സെന്റാറ നോവ എന്ന ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ചെക്ക് ഇൻ സമയം 3 മണി ആയിരുന്നുവെങ്കിലും ഫ്രീ ആയി തന്നെ ഞങ്ങൾക്ക് ഏർലി ചെക്ക് ഇൻ തന്നു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവിടെ ഒരു 500 ബാത്ത് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയി കൊടുക്കണം. അത് ചെക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീഫണ്ട് ചെയ്തു തരും. ഹോട്ടൽ നല്ല ആംബിയൻസും നല്ല സൗകര്യവുമാണുള്ളത്. ഹോട്ടലിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പട്ടായയെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചെക്ക് ഇൻ തന്നു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവിടെ ഒരു 500 ബാത്ത് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയി കൊടുക്കണം. അത് ചെക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീഫണ്ട് ചെയ്തു തരും. ഹോട്ടൽ നല്ല ആംബിയൻസും നല്ല സൗകര്യവുമാണുള്ളത്. ഹോട്ടലിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പട്ടായയെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.